സുഹൃത്തുക്കളെ, ഒരാളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അറിയാൻ 3 വഴികളുണ്ട്. എന്നാൽ ഈ 3 വഴികളും മനസ്സിലാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഈ 3 വഴികളും നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ആരുടെയും മനസ്സിലുള്ള കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ അറിയാനും മനസ്സിലാക്കാനും സാധിക്കും. അപ്പോൾ മറ്റുള്ളവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എങ്ങനെ അറിയാം, മനസ്സിലാക്കാം എന്ന് നമുക്ക് ഒരു ബുദ്ധകഥയിലൂടെ മനസ്സിലാക്കാം. കഥയുടെ തുടക്കം. വളരെക്കാലം മുമ്പ് ഒരു ചെറിയ ഗ്രാമമുണ്ടായിരുന്നു. ആ ഗ്രാമത്തിൽ 2 സഹോദരങ്ങൾ താമസിച്ചിരുന്നു. മൂത്ത സഹോദരൻ അന്ധനായിരുന്നതുകൊണ്ട് അദ്ദേഹം എപ്പോഴും വീട്ടിൽ തന്നെയിരുന്നു. ഇളയ സഹോദരൻ കൃഷി ചെയ്തിരുന്നു. എന്നാൽ വയലുകളിൽ കൂടുതൽ മൃഗങ്ങൾ വരുന്നതുകൊണ്ട് വിളകളെല്ലാം നശിച്ചുപോയിരുന്നു. ഇത് കാരണം ഇളയ സഹോദരൻ വളരെയധികം വിഷമിച്ചു. അപ്പോഴാണ് അയാൾക്കൊരു തന്ത്രം തോന്നിയത്. ഒരു ദിവസം അയാൾ ചിന്തിച്ചു, ഈ മൃഗങ്ങളെ വയലിൽ നിന്ന് ഓടിക്കാൻ എന്തിനാണ് ഞാൻ എന്റെ ജ്യേഷ്ഠന്റെ സഹായം തേടാത്തത്? ജ്യേഷ്ഠൻ അന്ധനാണെങ്കിലും അദ്ദേഹം വയലിലിരിക്കുകയാണെങ്കിൽ മൃഗങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോൾ ഉറക്കെ അലറി അവയെ ഓടിക്കാൻ കഴിയും. അത് നമ്മുടെ വിളകളെ രക്ഷിക്കും. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ വയലിലിരുത്താം. ഇതെല്ലാം ആലോചിച്ച ശേഷം അയാൾ തന്റെ വയലിൽ ഒരു ചെറിയ കുടിൽ തയ്യാറാക്കി തന്റെ അന്ധനായ ജ്യേഷ്ഠനെ അവിടെ ഇരുത്തി. എന്നിട്ട് പറഞ്ഞു, ജ്യേഷ്ഠ, ഏതെങ്കിലും മൃഗത്തിന്റെ ശബ്ദം കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറക്കെ അലറണം. അപ്പോൾ ആ മൃഗങ്ങൾ ഇവിടെ നിന്ന് ഓടിപ്പോകും. നമ്മുടെ വിളകൾ നശിക്കാതെ രക്ഷപ്പെടും. ജ്യേഷ്ഠൻ അനിയന്റെ വാക്കുകേട്ട് അന്നു മുതൽ വയലിൽ തന്നെ താമസിക്കാൻ തുടങ്ങി. ഏതെങ്കിലും മൃഗത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അദ്ദേഹം ഉടൻ തന്നെ ഉറക്കെ അലറാൻ തുടങ്ങും. അങ്ങനെ ആ മൃഗങ്ങൾ വയലിൽ നിന്ന് ഓടിപ്പോകും. രാജാവും അന്ധനായ വ്യക്തിയും. ഇങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അപ്പോഴാണ് ഒരു ദിവസം അവന്റെ വയലിലേക്ക് ഒരു മാൻ വന്നത്. അത് വയലിന്റെ വരമ്പ് തകർത്ത് അവിടെ നിന്ന് ഓടിപ്പോയി. എന്നാൽ ഈ മാനിനെ പിന്തുടർന്ന് ഒരു രാജാവും ആ വയലിലെത്തി. അപ്പോഴാണ് രാജാവിന്റെ കണ്ണ് ആ അന്ധനായ വ്യക്തിയിൽ ഉടക്കിയത്. രാജാവ് ആ വ്യക്തിയോട് പറഞ്ഞു, നോക്കൂ, ഞാനിവിടെ ഒരു മൃഗത്തെ പിന്തുടർന്നു വന്നതാണ്. നിങ്ങൾ ആ മൃഗത്തെ ഇവിടെ കണ്ടോ? അതിന് ആ വ്യക്തി മറുപടി പറഞ്ഞു, ഹേ രാജൻ, ഞാൻ അന്ധനാണ്. ഞാൻ എങ്ങനെ ഒരു മൃഗത്തെ കാണും? പക്ഷേ എന്റെ വയലിലൂടെ ഓടിപ്പോയ മൃഗം അങ്ങേക്ക് ചേർന്നതല്ല എന്ന് എനിക്ക് തീർച്ചയായും പറയാൻ കഴിയും. അങ്ങ് അതിനു പിന്നാലെ വെറുതെ സമയം കളയുകയാണ്. രാജാവ് ആ അന്ധന്റെ വാക്കുകൾ കേട്ട് അത്ഭുതപ്പെട്ടു. അദ്ദേഹം ചിന്തിച്ചു, ഇയാൾ അന്ധനല്ലേ? എന്നിട്ട് ഇയാൾക്ക് എങ്ങനെ അറിയാം ഞാൻ അന്വേഷിക്കുന്ന മാൻ എനിക്ക് യോജിച്ചതല്ലെന്ന്? ഈ അന്ധന് എങ്ങനെ ഇതെന്നോട് പറയാൻ കഴിയും? അപ്പോൾ രാജാവ് ആ അന്ധനോട് പറഞ്ഞു, നിങ്ങൾ എന്നോട് കള്ളം പറയുകയാണോ? ഒരു വശത്ത് നിങ്ങൾ അന്ധനാണെന്ന് പറയുന്നു, മറുവശത്ത് ഇവിടെ നിന്ന് ഓടിപ്പോയ മൃഗം എനിക്ക് യോജിച്ചതല്ല എന്നും പറയുന്നു. അതിന് ആ അന്ധൻ പറഞ്ഞു, ഹേ രാജൻ, അങ്ങൊരു മാൻ എന്ന് കരുതുന്നത് യഥാർത്ഥത്തിലൊരു മാനല്ല, മറിച്ച് അതൊരു പേടമാനാണ്, അതും ഗർഭിണിയായ പേടമാൻ. എന്റെ അറിവിൽ ഒരു രാജാവും ഗർഭിണിയായ പേടമാനെ വേട്ടയാടുന്നത് ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങയോട് പറഞ്ഞത്, ആ മാൻ അങ്ങേക്ക് യോജിച്ചതല്ല. അങ്ങ് അതിനു പിന്നാലെ സമയം പാഴാക്കരുത്. ഇത് കേട്ട് രാജാവ് കൂടുതൽ അത്ഭുതപ്പെട്ടു. അദ്ദേഹം ചിന്തിച്ചു, ഈ അന്ധനായ മനുഷ്യന് എങ്ങനെ അറിയാം അതൊരു പേടമാനാണെന്നും ഗർഭിണിയാണെന്നും? സത്യം കണ്ടെത്തൽ. രാജാവ് കുറച്ചുനേരം ആലോചിച്ച ശേഷം തന്റെ സേനാപതിയോട് പറഞ്ഞു, സേനാപതി, എനിക്ക് ആ മൃഗത്തെ ജീവനോടെ വേണം. അതൊരു പേടമാനാണോ ഗർഭിണിയാണോ എന്ന് എനിക്കറിയണം. ഈ അന്ധൻ വളരെ ഉറപ്പോടെയാണ് പറയുന്നത്, എനിക്കിത് സ്ഥിരീകരിക്കണം. അതൊരു പേടമാനും ഗർഭിണിയുമാണെങ്കിൽ അത് നമ്മുടെ വേട്ടയ്ക്ക് യോജിച്ചതല്ല. കാരണം നമ്മൾ ഒരു മാനിനെയാണ് പിന്തുടർന്നത്. അതുകൊണ്ട് പോയി അത് പേടമാനാണോ എന്ന് കണ്ടെത്തുക. സേനാപതി രാജാവിന്റെ അനുമതി വാങ്ങി മുന്നോട്ടുപോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ തിരിച്ചുവന്ന സേനാപതി രാജാവിനോട് പറഞ്ഞു, ഹേ രാജൻ, ഈ അന്ധൻ പറഞ്ഞതെല്ലാം തികച്ചും ശരിയാണ്. അതൊരു പേടമാൻ തന്നെയാണ്, അത് ഗർഭിണിയുമാണ്. ഇതുകേട്ട് രാജാവ് ആശ്ചര്യഭരിതനായി. ഈ അന്ധന് എങ്ങനെ ആ മൃഗം ഒരു പേടമാനാണെന്നും അതും ഗർഭിണിയാണെന്നും കാണാൻ കഴിയും? ഒരു അന്ധന് എങ്ങനെ ഇത് കാണാനും അറിയാനും കഴിയും? എങ്ങനെയാണ് ഇയാൾക്കിത് മനസ്സിലായത്? ഇത്തരം നിരവധി ചോദ്യങ്ങൾ രാജാവിന്റെ മനസ്സിൽ നിറഞ്ഞു. രാജാവ് ഈ കാര്യത്തിന്റെ സത്യാവസ്ഥ കണ്ടെത്താൻ തീരുമാനിച്ചു. ആ അന്ധൻ എങ്ങനെയാണ് ആ മൃഗം ഒരു പേടമാനാണെന്ന് അറിയുന്നതെന്ന്. അന്ധന്റെ വിജ്ഞാനം. ഇതാലോചിച്ച് രാജാവ് ആ അന്ധന്റെ അടുത്തേക്ക് പോയി അവനോട് പറഞ്ഞു, നോക്കൂ, നിങ്ങൾ ശരിക്കും അന്ധനാണോ അല്ലയോ എന്നെനിക്കറിയില്ല. പക്ഷെ ഞാൻ നിങ്ങളിൽ നിന്നൊരു കാര്യം അറിയാൻ വന്നതാണ്. എന്റെ ചോദ്യത്തിന് നിങ്ങൾ കൃത്യമായ ഉത്തരം തരുമോ? അതിന് അന്ധനായ വ്യക്തി പറഞ്ഞു, ഹേ രാജൻ, അങ്ങേക്ക് എന്താണ് അറിയേണ്ടതെന്ന് ചോദിക്കാം. ഞാൻ അങ്ങേക്ക് തികച്ചും സത്യസന്ധമായ മറുപടി നൽകാം. അപ്പോൾ രാജാവ് പറഞ്ഞു, നോക്കൂ, ഒരു വശത്ത് നിങ്ങൾ അന്ധനാണെന്ന് പറയുന്നു, മറുവശത്ത് ഞാൻ പിന്തുടരുന്ന മൃഗം ഒരു പേടമാനാണെന്നും ഗർഭിണിയാണെന്നും നിങ്ങൾ പറഞ്ഞു. നിങ്ങൾക്കിത് എങ്ങനെ അറിയാൻ കഴിഞ്ഞു? നിങ്ങളുടെ വയലിൽ മറ്റു മൃഗങ്ങളും വരാറുണ്ടല്ലോ, മറ്റു മൃഗങ്ങളും ഇവിടെ നിന്ന് കടന്നുപോകാറുണ്ടല്ലോ. എന്നിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഈ നിഗമനത്തിലെത്തിയത്? അപ്പോൾ ആ അന്ധനായ വ്യക്തി രാജാവിനോട് പറഞ്ഞു, ഹേ രാജൻ,
അങ്ങ് പിന്തുടർന്ന പേടമാൻ എന്റെ വയലിൽ വന്നപ്പോൾ അതിന്റെ ഓട്ടത്തിന്റെ വേഗതയും ഓടിപ്പോകുന്നതിന്റെ ശബ്ദവും കേട്ടപ്പോൾ തന്നെ അതൊരു പേടമാനാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. എന്റെ വയലിന്റെ വരമ്പ് വളരെ ചെറുതാണ്, അതിന് അധികം ഉയരമില്ല. ഒരു മാനായിരുന്നെങ്കിൽ ആ വരമ്പ് വളരെ എളുപ്പത്തിൽ ചാടിക്കടക്കുമായിരുന്നു. എന്നാൽ ആ പേടമാൻ ഈ വരമ്പ് തകർത്താണ് ഓടിപ്പോയത്. ഒരുപക്ഷെ അത് ഈ വരമ്പ് ചാടിക്കടക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ അതിന്റെ കുഞ്ഞിന് അപകടം സംഭവിക്കുമായിരുന്നു. ഈ ഒരു കാര്യത്തിൽ നിന്നാണ് അത് ഗർഭിണിയാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് അത് ഉയരത്തിൽ ചാടാതെ എന്റെ വയലിന്റെ വരമ്പ് തകർത്തോടിപ്പോയത്. ഇതുകേട്ട് രാജാവിന്റെ മനസ്സിൽ മറ്റൊരു ചോദ്യമുയർന്നു. രാജാവ് പറഞ്ഞു, എന്നാൽ അതൊരു പേടമാൻ തന്നെയായിരുന്നു എന്ന് നിങ്ങൾക്കെങ്ങനെ അറിയാം? മറ്റു മൃഗങ്ങളും ഇവിടെ വരാമല്ലോ. അതിന് ആ അന്ധൻ മറുപടി പറഞ്ഞു, ഹേ രാജൻ, ഞാൻ രാവും പകലും ഇവിടെ ഇരിക്കുന്ന ഒരാളാണ്. എന്റെ കേൾവിശക്തി വളരെ വലുതാണ്. ഏത് മൃഗമാണ് എന്റെ വയലിൽ വന്നതെന്ന് എനിക്ക് മനസ്സിലാകും. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഉറക്കെ അലറുന്നത്. അതുവഴി അവ എന്റെ വയലിൽ നിന്ന് ഓടിപ്പോകുകയും വിളകൾ നശിക്കാതെ ഇരിക്കുകയും ചെയ്യും. രാജ്ഞിയുടെ ഭക്തി. രാജാവ് ആ അന്ധന്റെ ഈ മറുപടി കേട്ട് പൂർണ്ണമായും സന്തുഷ്ടനായി. അദ്ദേഹം മനസ്സിൽ വിചാരിച്ചു, ഈ മനുഷ്യൻ അന്ധനാണെങ്കിലും വളരെ വിജ്ഞാനമുള്ളവനാണ്. ഈ മനുഷ്യനെക്കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യിക്കണം. ഈ ചിന്തകളുമായി രാജാവ് തിരികെ കൊട്ടാരത്തിലേക്ക് പോയി. കൊട്ടാരത്തിലെത്തിയ ഉടൻ രാജാവ് ആ അന്ധനായ വ്യക്തിയെ വിളിപ്പിച്ചു. രാജാവ് അവനോട് പറഞ്ഞു, നിങ്ങൾ വളരെ വിജ്ഞാനമുള്ള വ്യക്തിയാണ്. നിങ്ങൾക്ക് ഏത് കാര്യവും വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. എന്റെ ഭാര്യ പതിവ്രതയാണോ അല്ലയോ എന്ന് എനിക്കറിയണം. അതിനുവേണ്ടിയാണ് ഇന്ന് ഞാൻ നിങ്ങളെ ഇവിടെ വിളിച്ചത്. അതിന് ആ അന്ധനായ വ്യക്തി പറഞ്ഞു, ഹേ രാജൻ, ഇതെന്തൊരു ചോദ്യമാണ്? രാജാവ് പറഞ്ഞു, ഞാൻ ചോദിച്ചത് തികച്ചും ഉചിതമായ ചോദ്യമാണ്. നിങ്ങൾ എനിക്ക് ഈ ചോദ്യത്തിന് ഉത്തരം തരണം. അപ്പോൾ ആ അന്ധനായ വ്യക്തി പറഞ്ഞു, ഹേ രാജൻ, ഈ കാര്യങ്ങളെല്ലാം വിട്ടേക്കൂ. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും വർഷങ്ങളായി, എന്നിട്ടും എന്തിനാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാര്യം അറിയാൻ ആഗ്രഹിക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സിൽ ഇത്തരം ചോദ്യങ്ങൾ ഉയരുന്നത്? എന്നാൽ രാജാവ് വാശി പിടിച്ചുകൊണ്ട് പറഞ്ഞു, നോക്കൂ, നിങ്ങൾ എനിക്ക് ഈ ചോദ്യത്തിന് ഉത്തരം നൽകിയേ മതിയാകൂ. നിങ്ങൾ എനിക്ക് ഈ ചോദ്യത്തിന് ഉത്തരം തന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളെ വധശിക്ഷയ്ക്ക് വിധിക്കും. രാജാവിന്റെ ഈ വാക്കുകൾ കേട്ട് ആ അന്ധനായ വ്യക്തി പറഞ്ഞു, ഹേ രാജൻ, അങ്ങേക്ക് ഈ ചോദ്യത്തിന് ഉത്തരം വേണമെങ്കിൽ അതിനുവേണ്ടി അങ്ങ് എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം. രാജാവ് ചോദിച്ചു, പറയൂ, ഞാൻ എന്തു ചെയ്യണം? അതിന് ആ വ്യക്തി പറഞ്ഞു, അതിനുവേണ്ടി അങ്ങയുടെ ഭാര്യയെ എന്റെ കൂടെ മുറിയിൽ ഒറ്റയ്ക്ക് വിടണം. ആ അന്ധനായ വ്യക്തിയുടെ ഈ വാക്കുകൾ കേട്ട് രാജാവിന് ആദ്യം ദേഷ്യം വന്നു. എന്നാൽ കുറച്ചുനേരം ചിന്തിച്ച ശേഷം അദ്ദേഹം ആ വ്യക്തിയുടെ വാക്ക് സമ്മതിച്ചു. എന്നിട്ട് തന്റെ സേനാപതിയോട് ആജ്ഞാപിച്ചു, സേനാപതി, ഈ വ്യക്തിയെയും എന്റെ ഭാര്യയെയും കുറച്ചുനേരം ഒരു മുറിയിൽ തനിച്ചാക്കുക. സേനാപതി അതുപോലെ ചെയ്തു. ഇപ്പോൾ രാജാവിന്റെ ഭാര്യയും അന്ധനായ വ്യക്തിയും ഒരു മുറിയിൽ അടച്ചിട്ടിരിക്കുന്നു. അപ്പോൾ ആ അന്ധൻ രാജാവിന്റെ ഭാര്യയോട് പറഞ്ഞു, എനിക്ക് നിങ്ങളെ തൊടണം. ഈ വാക്കുകൾ കേട്ട് രാജ്ഞിക്ക് അതിയായ ദേഷ്യം വന്നു. അവർ ആ അന്ധനെ പിടിച്ച് തല്ലാൻ തുടങ്ങി. ചിലപ്പോൾ കൈകൾ കൊണ്ടും ചിലപ്പോൾ കാലുകൾ കൊണ്ടും ചിലപ്പോൾ തറയിലടിച്ചിട്ടും. അങ്ങനെ അവർ ആ അന്ധനെ ഒരുപാട് തല്ലി. അതിനുശേഷം ആ അന്ധൻ എങ്ങനെയോ ജീവൻ രക്ഷിച്ചു അവിടെ നിന്ന് ഓടിപ്പോവുകയും രാജാവിന്റെ അടുത്തെത്തുകയും ചെയ്തു. അയാൾ രാജാവിനോട് പറഞ്ഞു, ഹേ രാജൻ, അങ്ങയുടെ ഭാര്യ പതിവ്രതയല്ല. ഇതുകേട്ട് രാജാവിന് അതിയായ ദേഷ്യം വന്നു. രാജാവ് തന്റെ വാളെടുത്ത് നേരെ ഭാര്യയുടെ അടുത്തേക്ക് പോയി. ദേഷ്യത്തോടെ അദ്ദേഹം രാജ്ഞിയോട് പറഞ്ഞു, രാജ്ഞി, ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യത്തിന് സത്യസന്ധമായ മറുപടി നൽകണം. നിങ്ങളൊരു വാക്ക് കള്ളം പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ തല ഉടൻ തന്നെ വെട്ടിമാറ്റും. തുടർന്ന് രാജാവ് പറഞ്ഞു, പറയൂ, നിങ്ങൾ പതിവ്രതയാണോ അല്ലയോ? അതിന് രാജ്ഞി പറഞ്ഞു, ഹേ രാജൻ, അങ്ങ് എന്നെ കൊന്നാലും ഞാൻ പതിവ്രതയല്ല. മനസ്സ് വായിക്കുന്നതിന്റെ രഹസ്യം. ഇതുകേട്ട് രാജാവിന് വളരെ സന്തോഷം തോന്നി. കാരണം ആ അന്ധൻ പറഞ്ഞതെല്ലാം തികച്ചും സത്യമായിരുന്നു. ഇതുകേട്ട ഉടൻ രാജാവ് ആ മനുഷ്യന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. ആ അന്ധനോട് പറഞ്ഞു, എന്റെ ഭാര്യ പതിവ്രതയല്ലെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ കഴിഞ്ഞു? അതിന് ആ അന്ധൻ പറഞ്ഞു, ഹേ രാജൻ, ഇത് വളരെ ലളിതമായ കാര്യമാണ്. ഞാൻ നിങ്ങളുടെ ഭാര്യയോട് എന്നെ ഒന്ന് തൊടാൻ മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ. ആ കാര്യത്തിൽ അവർക്ക് അത്രയധികം ദേഷ്യം വന്നു. അവർ ദേഷ്യത്തോടെ എന്നെ ചവിട്ടാനും കുത്താനും തുടങ്ങി. ഒരു സ്ത്രീ എങ്ങനെയാണ് മറ്റൊരു പുരുഷനെ തൊടാൻ കഴിയുക? എന്നാൽ അവർ ഒന്നും നോക്കാതെ എന്നെ ചവിട്ടാനും കുത്താനും തുടങ്ങി. അതും ഒരു സ്പർശം തന്നെയല്ലേ? ഒരു പതിവ്രതയായ സ്ത്രീ ഒരിക്കലും അന്യപുരുഷനെ തൊടില്ല. ഞാൻ അവരെ തൊടാൻ പറഞ്ഞപ്പോൾ അവർക്ക് എന്നോട് പറ്റില്ല എന്ന് പറയാമായിരുന്നു. എന്നാൽ അവർ എന്നെ തല്ലാൻ തുടങ്ങി. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവർ എന്റെ ശരീരം മുഴുവൻ തൊട്ടു. ഇനി അങ്ങ് തന്നെ പറയൂ, അങ്ങനെയുള്ള സ്ത്രീ എങ്ങനെ പതിവ്രതയാകും? ഇതുകേട്ട് രാജാവ് പറഞ്ഞു, നിങ്ങൾ വളരെ വിജ്ഞാനമുള്ളവനാണ്. ശരി, എങ്കിൽ നിങ്ങൾ എന്റെ ഒരു ചോദ്യത്തിനു കൂടി ഉത്തരം നൽകണം.
നിങ്ങൾ എനിക്ക് ഈ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ ഇവിടെ നിന്ന് പോകാൻ അനുവദിക്കാം. തുടർന്ന് രാജാവ് ആ അന്ധനോട് പറഞ്ഞു, ഞാൻ എന്റെ പിതാവിന്റെ തന്നെ മകനാണോ അതോ മറ്റാരുടെയെങ്കിലുമോ എന്ന് നിങ്ങൾ എന്നോട് പറയുക. അതിന് ആ അന്ധൻ പറഞ്ഞു, ഹേ രാജൻ, ഈ കാര്യത്തിൽ അങ്ങേക്ക് എന്താണ് ബന്ധം? അങ്ങ് ആരുടെ മകനാണെങ്കിലും അങ്ങ് ഈ രാജ്യത്തിന്റെ രാജാവല്ലേ? അതുകൊണ്ട് ഈ ചോദ്യം വിട്ടേക്കൂ. എന്നാൽ രാജാവ് പറഞ്ഞു, വേണ്ട, എനിക്ക് ഈ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം വേണം. ഇല്ലെങ്കിൽ ഈ ചോദ്യം എന്നെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എനിക്ക് ഇതിന്റെ ശരിയായ മറുപടി അറിയണം. നിങ്ങളിതിന് കൃത്യമായ ഉത്തരം നൽകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാം. ഞാൻ നിങ്ങളെ തടയില്ല. അതിന് ആ അന്ധൻ പറഞ്ഞു, ഹേ രാജൻ, ഇതിനുവേണ്ടി എനിക്ക് അങ്ങയുടെ അമ്മയുടെ അടുത്ത് പോകേണ്ട ആവശ്യമില്ല. അങ്ങ് ആരുടെ മകനാണെന്ന് എനിക്കിപ്പോൾ തന്നെ പറയാൻ കഴിയും. എന്നാൽ അതിനു മുമ്പ് ഞാൻ ആഗ്രഹിക്കുന്നു, അങ്ങ് എനിക്കൊരു വാക്ക് തരണം. അങ്ങ് എന്നോട് ദേഷ്യപ്പെടില്ല. രാജാവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു, ഞാൻ നിങ്ങളോട് ദേഷ്യപ്പെടില്ല. ഇതിനുശേഷം ആ അന്ധൻ രാജാവിനോട് പറഞ്ഞു, ഹേ രാജൻ, അങ്ങ് അങ്ങയുടെ പിതാവിന്റെ പുത്രൻ തന്നെയാണ്. പക്ഷെ അങ്ങയുടെ മേൽ ഒരു പിശുക്കന്റെ നിഴൽ വീണിട്ടുണ്ട്. ഇതുകേട്ട് രാജാവിന് അതിയായ ദേഷ്യം വന്നു. അദ്ദേഹം ഉടൻ തന്നെ വാളെടുത്ത് അമ്മയുടെ അടുത്തേക്ക് പോയി. അവിടെ എത്തിയ ശേഷം അദ്ദേഹം അമ്മയോട് പറഞ്ഞു, അമ്മേ, എന്നോട് സത്യം പറയണം, ഞാൻ എന്റെ പിതാവിന്റെ പുത്രനാണോ അല്ലയോ? നിങ്ങൾ എന്നോട് സത്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്റെ ജീവൻ ഇവിടെ ഉപേക്ഷിക്കും. എന്നോട് പറയൂ, എന്താണ് സത്യം? അപ്പോൾ ആ രാജാവിന്റെ അമ്മ പറഞ്ഞു, മോനെ, നീ നിന്റെ പിതാവിന്റെ പുത്രൻ തന്നെയാണ്. പക്ഷെ നിന്റെ മേൽ ഒരു പിശുക്കന്റെ നിഴൽ വീണിട്ടുണ്ട്. ഞാൻ ഒരു തവണ കുളിച്ചതിനു ശേഷം കണ്ണാടിയിൽ മുഖം നോക്കുമ്പോൾ ആ ചില്ലിനു പിന്നിൽ ഞാനൊരു പിശുക്കനെ കണ്ടിരുന്നു. അവന്റെ നിഴലാണ് നിന്നിൽ വീണിരിക്കുന്നത്. ഇതുകേട്ട് രാജാവിന് വളരെ സന്തോഷം തോന്നി. അദ്ദേഹം ഉടൻ തന്നെ ആ അന്ധന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവനോട് പറഞ്ഞു, എന്റെ മേൽ ഒരു പിശുക്കന്റെ നിഴൽ വീണിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ കഴിഞ്ഞു? അതിന് ആ മനുഷ്യൻ പറഞ്ഞു, ഹേ രാജൻ, അങ്ങ് എന്നോട് നിരവധി ചോദ്യങ്ങൾ ചോദിച്ചു. അതിനെല്ലാം ഞാൻ കൃത്യമായ മറുപടി നൽകി. മറ്റേതെങ്കിലും രാജാവായിരുന്നെങ്കിൽ എനിക്കിതിന് പകരമായി ഒരുപാട് സമ്മാനങ്ങൾ ലഭിക്കുമായിരുന്നു. എന്നാൽ ഇതുവരെ അങ്ങ് എനിക്ക് ഒരൊറ്റ ചില്ലിക്കാശ് പോലും തന്നിട്ടില്ല. ഈ കാര്യത്തിൽ നിന്നാണ് അങ്ങ് വളരെ പിശുക്കനാണെന്ന് ഞാൻ ഊഹിച്ചത്. ഇതുകേട്ട് രാജാവ് ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ആവശ്യപ്പെടുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് തീർച്ചയായും നൽകും. എന്നാൽ എനിക്കൊരു കാര്യം പറയണം. ഏത് കാര്യമാണ് ശരിയെന്നും ഏതാണ് തെറ്റെന്നും നിങ്ങൾക്കെങ്ങനെ അറിയാൻ കഴിയും? നിങ്ങൾക്ക് എങ്ങനെയാണ് ഏത് കാര്യത്തിനും ഇത്രയും കൃത്യമായ മറുപടി നൽകാൻ കഴിയുന്നത്? മനസ്സ് അറിയാനുള്ള 3 വഴികൾ. അതിന് ആ അന്ധൻ പറഞ്ഞു, ഹേ രാജൻ, ഞാനൊരു അന്ധനാണ്. എനിക്ക് കണ്ണുകളുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ആരുടെയും മനസ്സിലുള്ള കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ അറിയാൻ കഴിയുമായിരുന്നു. മനസ്സിനൊരു ഭാഷയുണ്ട്. ഈ ഭാഷ മനുഷ്യന്റെ ശരീരത്തിലെ പെരുമാറ്റങ്ങളായിട്ട് കാണാൻ കഴിയും. അവരുടെ കണ്ണുകളിൽ നിന്നും ചുണ്ടുകളിൽ നിന്നും അവർ പ്രവർത്തിക്കുന്ന രീതിയിൽ നിന്നും അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്നും അവരുടെ മനസ്സിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ കഴിയും. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആരുടെയും മനസ്സിലുള്ള കാര്യങ്ങൾ അറിയാൻ കഴിയും. എന്നാൽ ഞാൻ അന്ധനാണ്, എനിക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ പ്രവർത്തനങ്ങളിലൂടെയാണ് കാണുന്നത്. എനിക്കൊരു കാര്യം അറിയണമെങ്കിൽ അടുത്ത വ്യക്തിക്ക് ഞാൻ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാൻ കൊടുക്കും. അതിൽ ആ വ്യക്തി എങ്ങനെ പ്രവർത്തിക്കുന്നു, ഏത് രീതിയിലാണ് ഈ ജോലി ചെയ്യുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അവരുടെ മനസ്സിൽ എന്താണ് നടക്കുന്നതെന്ന് കണ്ടെത്തുന്നത്. അപ്പോൾ ആ രാജാവ് പറഞ്ഞു, അപ്പോൾ അതിനർത്ഥം എനിക്കും ആരുടെയും മനസ്സിലുള്ള കാര്യങ്ങൾ അറിയാൻ കഴിയുമെന്നാണോ? അതിന് ആ അന്ധൻ പറഞ്ഞു, ഹേ രാജൻ, തീർച്ചയായും അങ്ങേക്കും ആരുടെയും മനസ്സിലുള്ള കാര്യങ്ങൾ അറിയാൻ കഴിയും. എന്നാൽ അതിനു മുമ്പ് അങ്ങ് അങ്ങയിൽ തന്നെ പ്രവർത്തിക്കണം. ആ പ്രവർത്തനം എന്താണെന്ന് വെച്ചാൽ അങ്ങയുടെ മനസ്സിനെ ശാന്തമാക്കുക, അങ്ങയുടെ മനസ്സിനെ വർത്തമാനത്തിലേക്ക് കൊണ്ടുവരിക. അതിനുവേണ്ടിയാണ് ഇന്ന് ഞാൻ അങ്ങേക്ക് 3 വഴികൾ പറയാൻ പോകുന്നത്. ഈ 3 വഴികളും വളരെ എളുപ്പമുള്ളതും ലളിതവുമാണ്. എന്നാൽ ഹേ രാജൻ, അതിനു മുമ്പ് അങ്ങൊരു കാര്യം ചെയ്യണം. അങ്ങയുടെ മനസ്സിനെ ഏകാഗ്രമാക്കണം. നമ്മൾ നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കുമ്പോൾ, നമ്മുടെ മനസ്സിനെ വർത്തമാനത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് മറ്റൊരാളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അറിയാൻ കഴിയും. കാരണം ആ വ്യക്തി ഇപ്പോഴും അവന്റെ മനസ്സിൽ വർത്തമാനത്തിലാണ് ചിന്തിക്കുന്നത്. നമ്മളും മനസ്സിനെ വർത്തമാനത്തിലേക്ക് കൊണ്ടുവരണം. നമ്മൾ ഭൂതകാലത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ ആ അടുത്ത വ്യക്തി വർത്തമാനത്തിൽ ചിന്തിക്കുന്നതും മനസ്സിൽ സംസാരിക്കുന്നതും നമുക്കറിയാൻ കഴിയില്ല. കാരണം നമ്മൾ ഭൂതകാലത്തിലെ സംഭവങ്ങളിൽ മുങ്ങിപ്പോയിരിക്കുകയാണ്. അതുകൊണ്ട് ആരുടെയും മനസ്സിലുള്ള കാര്യങ്ങൾ അറിയാൻ ആദ്യം നമ്മൾ നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കണം, അതിനെ വർത്തമാനത്തിലേക്ക് കൊണ്ടുവരണം. തുടർന്ന് ആ വ്യക്തി രാജാവിനോട് പറഞ്ഞു, ഹേ രാജൻ, ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്ന ഈ 3 വഴികൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ആരുടെയും മനസ്സിലുള്ള കാര്യങ്ങൾ അറിയാൻ കഴിയും. കണ്ണുകളിൽ ശ്രദ്ധിക്കുക. ആ അന്ധൻ രാജാവിനോട് പറഞ്ഞു, ഹേ രാജൻ, ഒന്നാമത്തെ വഴി കണ്ണുകളിൽ ശ്രദ്ധിക്കുക എന്നതാണ്. ഒരു വ്യക്തിയുമായി സംസാരിക്കുമ്പോൾ അവരുടെ കണ്ണുകളിൽ നോക്കുന്നത്, അവരുടെ കണ്ണുകളിൽ ശ്രദ്ധിക്കുന്നത് വളരെ പ്രധാനമാണ്.
കാരണം കണ്ണുകൾ സംസാരിക്കുന്നില്ലെങ്കിലും ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. നമ്മൾ ഒരു വ്യക്തിയുടെ കൺചലനങ്ങൾ മനസ്സിലാക്കാൻ പഠിച്ചാൽ ആ വ്യക്തിയുടെ മനസ്സിൽ എന്താണ് നടക്കുന്നതെന്നും എന്താണ് ചിന്തിക്കുന്നതെന്നും ഇപ്പോൾ എന്തു ചെയ്യാൻ പോകുന്നു എന്നും നമുക്കറിയാൻ കഴിയും. എനിക്ക് കണ്ണുകളില്ല, പക്ഷെ ഞാൻ എന്റെ ഗുരുവിൽ നിന്ന് ഈ വിദ്യ പഠിച്ചതാണ്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് കണ്ണുകളുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ആളുകളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അവരുടെ കണ്ണുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കുമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്കും മറ്റുള്ളവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ അവരുടെ കണ്ണുകളിൽ ശ്രദ്ധിക്കണം. ഉദാഹരണത്തിന്, അവരുടെ ആകൃതി എങ്ങനെയാണ്, അവർ എവിടെ, എപ്പോൾ, എങ്ങോട്ട് നോക്കുന്നു. നിങ്ങൾ അവരുമായി സംസാരിക്കുമ്പോൾ അവരുടെ കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ മുകളിലേക്കും ചിലപ്പോൾ താഴേക്കും അല്ലെങ്കിൽ ചുറ്റും, അല്ലെങ്കിൽ അവരുടെ കണ്ണുകൾ സന്തോഷമുള്ളതാണോ അല്ലെങ്കിൽ നിരാശയുള്ളതാണോ. ഒരു കള്ളന്റെ കണ്ണുകളിൽ നമ്മൾ നോക്കുമ്പോൾ ആ വ്യക്തി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. അതുപോലെ ഒരു തന്ത്രശാലിയായ വ്യക്തിയുടെ കണ്ണുകളിൽ നമ്മൾ നോക്കുമ്പോൾ അവരുടെ കണ്ണുകൾക്കൊരു ഭാഷയുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു വ്യക്തി നിങ്ങളോട് കള്ളം പറയുകയാണോ അതോ സത്യമാണോ പറയുന്നത് എന്ന് കണ്ടെത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരുടെ കണ്ണുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അത്യന്താപേക്ഷിതമാണ്. നിങ്ങളോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തി അവരുടെ കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കുകയാണെങ്കിൽ, മുകളിലേക്കും താഴേക്കും ഇടത്തോട്ടും വലത്തോട്ടും എല്ലാ സ്ഥലത്തും നോക്കുകയാണെങ്കിൽ, അതിനർത്ഥം അവർ ആ കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴി കണ്ടെത്താൻ ശ്രമിക്കുന്നു, അവർ എന്തെങ്കിലും കള്ളമുണ്ടാക്കുകയാണ് എന്നാണ്. മറ്റൊരാൾ നിങ്ങളോട് കള്ളം പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ അവർ നിങ്ങളുമായി കണ്ണിടാൻ മടിക്കുകയും ചെയ്യും. അവർ ഇവിടെയും അവിടെയും നോക്കും, മുകളിലേക്കും താഴേക്കും നോക്കും, പക്ഷേ അവർ ഒരിക്കലും നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കില്ല. കാരണം അവർക്ക് ഭയമാണ്. അവർ നിങ്ങളുടെ കണ്ണുകളിൽ നോക്കിയാൽ അവരുടെ കള്ളം പിടിക്കപ്പെടും, ആളുകൾക്ക് സത്യം അറിയാൻ കഴിയുമെന്ന്. ഇതുപോലെ ചില മറ്റു ഭാഷകളുമുണ്ട്. നിങ്ങളൊരാളുടെ കണ്ണുകളിൽ നോക്കി അവരുടെ ഭാവങ്ങൾ എന്താണെന്ന് കാണാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും. മുഖഭാവങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ മുഖഭാവങ്ങളുമുണ്ട്. അതുവഴി നമുക്ക് മനസ്സിലുള്ള കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ഇവ മനസ്സിലാക്കുന്നതും വളരെ പ്രധാനമാണ്. ചിലപ്പോൾ ഒരാൾ തന്റെ മുഖം, അതായത് കണ്ണുകൾ, ചുണ്ടുകൾ, മറ്റു ചില ഭാവങ്ങൾ എന്നിവ ഉപയോഗിച്ച് വ്യത്യസ്തമായ രീതിയിൽ പെരുമാറുന്നു. നിങ്ങളൊരു വ്യക്തിയുടെ മുഖത്ത് ശ്രദ്ധിച്ചാൽ ആ വ്യക്തി നിരാശയിലാണോ അതോ വളരെ ദുഃഖിതനാണോ അല്ലെങ്കിൽ വളരെ സന്തോഷത്തിലാണോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വലിയ ദുഃഖമുണ്ടോ എന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. അവർ ഉള്ളിൽ എന്ത് അനുഭവിക്കുന്നു എന്ന് നമുക്ക് അവരുടെ മുഖഭാവങ്ങളിൽ നിന്ന് കണ്ടെത്താൻ കഴിയും. ഇവിടെ ആ വ്യക്തി വായിലൂടെ എന്തെങ്കിലും സംസാരിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് അവരുടെ മുഖത്തുനിന്ന് എല്ലാം കണ്ടെത്താൻ കഴിയും. കൈകളുടെ ആംഗ്യങ്ങളും ശരീരഭാഷയും. തുടർന്ന് ആ വ്യക്തി രാജാവിനോട് മൂന്നാമത്തെ വഴി പറഞ്ഞു. ഹേ രാജൻ, ഇതുപോലെ മൂന്നാമത്തെ ഒരു ഭാഷ കൂടിയുണ്ട്, അതായത് മൂന്നാമത്തെ വഴിയുമുണ്ട്. അത് കൈകളുടെ ആംഗ്യങ്ങളും ശരീരഭാഷയുമാണ്. മനസ്സിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കൈകളുടെ ആംഗ്യങ്ങളും ശരീരഭാഷയും മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ അവർ അവരുടെ കൈകൾ ചലിപ്പിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അവർ അവരുടെ കൈകൾ കൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ടിരിക്കും. സംസാരത്തിനൊപ്പം അവരുടെ ശരീരഭാഷയും പൂർണ്ണമായി ഉപയോഗിക്കും. അതിലൂടെ ആ വ്യക്തി നമ്മുടെ വാക്കുകളിൽ എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ടെന്നും അവരുടെ മനസ്സിൽ എന്താണ് നടക്കുന്നതെന്നും നമുക്ക് അറിയാൻ കഴിയും. ശരീരഭാഷ കാണുന്നതിന് അവരുടെ കൈകൾ താഴ്ത്തിയിടുന്നതിലും ശരീരം ചലിപ്പിക്കുന്നതിലും മുഖത്ത് കൈകൾ ഇടയ്ക്കിടെ കൊണ്ടുവരുന്നതിലും കൈകൾ പരസ്പരം തിരുമുന്നതിലും പോലുള്ള നിരവധി പ്രവർത്തനങ്ങളിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നത് അത്യാവശ്യമാണ്. മനസ്സിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ ശരീരഭാഷയും മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ഈ 3 വഴികളും ശരിയായ രീതിയിൽ ശ്രദ്ധിച്ച് ഈ 3 വഴികളും നന്നായി മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് വളരെ വേഗത്തിൽ ആരുടെയും മനസ്സിലുള്ള കാര്യങ്ങൾ വളരെ എളുപ്പത്തിലും ലളിതമായും അറിയാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾക്ക് ആരുടെയും മനസ്സിലുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ അവരുടെ കണ്ണുകളിലും മുഖത്തും ശരീരഭാഷയിലും കൈകളിലും ശ്രദ്ധയോടെ നോക്കുകയും മനസ്സിലാക്കുകയും വേണം. അതുവഴി നിങ്ങൾക്ക് അവരുടെ മനസ്സിൽ എന്താണ് നടക്കുന്നതെന്നും എന്താണ് ചിന്തിക്കുന്നതെന്നും മനസ്സിലാക്കാൻ കഴിയും.